ശ്യാമെ, ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉം. ഈ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തിന് പിടിവള്ളിയായത് ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. ആ വെളിപ്പെടുത്തലുകളെല്ലാം കളവായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ വിധിന്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. രണ്ട് കാര്യങ്ങൾ അതിനകത്ത് തുടക്കത്തിൽ പറയാം, ബാക്കി ശ്യാം പറയുമെന്നുള്ളതുകൊണ്ട്. അതിലൊന്ന്, ബാലേന്ദ്രകുമാർ കൊടുത്ത വോയിസ് റെക്കോർഡുകൾ. അത് ദിലീപിൻ്റെ സുഹൃത്ത് ബൈജു സംസാരിക്കുന്നത് കേട്ടാണ് റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നതെന്നാണ് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി. പക്ഷേ ബൈജുവിൻ്റെ ശബ്ദവും ബാലേന്ദ്രകുമാറിൻ്റെ ശബ്ദവും ആ വോയിസ് റെക്കോർഡിലില്ല. മറ്റൊന്ന്, ദിലീപിനെ കാണാൻ ജയിലിലേക്ക് ബാലേന്ദ്രകുമാർ ചെല്ലും, ഇവരുടെ കൂടിക്കാഴ്ച. അവിടെ ഒരു ഫ്രാൻസിസ് സേവ്യറാണ് സാക്ഷി. പക്ഷേ ഫ്രാൻസിസ് സേവ്യറിനെ തപ്പി പോയപ്പോൾ അയാൾ ബധിരനും മൂകനുമാണ്. അപ്പോൾ ഇങ്ങനെ അടിമുടി, ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, അടിമുടി മുഴുവൻ ഫേക്കായിട്ടുള്ള മൊഴികളായിരുന്നു ബാലേന്ദ്രകുമാറിൻ്റേതെന്നാണോ കോടതി കണ്ടെത്തിയിരിക്കുന്നത്? ഈ വിധിന്യായത്തിലെ ഇവരൊരു പ്രധാനപ്പെട്ട സാക്ഷിയായിട്ട് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഒരാളാണ് പി ബാലചന്ദ്ര കുമാർ എന്ന് പറയുന്ന സംവിധായകൻ. മുൻപ് അദ്ദേഹം ഒരു കൗബോയ് എന്ന് പറയുന്ന ഒരു ചിത്രം നമ്മുടെ ആസിഫ് അലിയെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഇദ്ദേഹം ദീർഘകാലം ദിലീപിന് ഒപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥ പിക് പോക്കറ്റ് എന്ന് പറയുന്ന പേരിൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ ദിലീപ് അതിനോട് തിരക്കഥ കേൾക്കുകയും ആ കഥ സിനിമയാക്കാൻ തയ്യാറാണ് എന്നൊരു കാര്യം അറിയിക്കുകയും ചെയ്തു. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, അദ്ദേഹത്തിന്റെ താല്പര്യത്തോടു കൂടി ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, സ്വാഭാവികമായിട്ടും അത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും ആ പടം. അതിന്റെ വിതരണം എല്ലാം അവരങ്ങ് ചെയ്തോളും. പിന്നെ ഒന്നും അറിയണ്ട. ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ കാര്യത്തിൽ ഒന്നും അറിയേണ്ട ഒരു സാഹചര്യമില്ല. പോയി അല്ലെങ്കിൽ പിന്നെ ഒരു കഥ കിട്ടി, പ്രൊഡ്യൂസറെ കണ്ടെത്തി, കഥാപാത്രങ്ങളെ കണ്ടെത്തി, പിന്നെ കാസ്റ്റിംഗ് നടത്തി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഒരു കഥ അവർ ഓക്കെ ആണെങ്കിൽ പിന്നെ കംപ്ലീറ്റ് അവരങ്ങ് ചെയ്തോളും. ഡയറക്ടർ അവിടെ ഒരു കസേരയിട്ട് അവിടെ ചെന്ന് ഇരുന്നാൽ മാത്രം മതി. കാസ്റ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അവർ അവിടെ ചെന്നിരുന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു തന്റെ കഥയിലെ കഥാപാത്രത്തിന് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അംഗീകരിച്ചു കൊടുത്താൽ മാത്രം മതി അദ്ദേഹത്തിന്. ബാക്കി കാസ്റ്റിംഗ് ഒക്കെ കാസ്റ്റിംഗ് കോളൊക്കെ അവർ തന്നെ മൊത്തം ചെയ്തോളും. ഒന്നും അറിയണ്ട, ഒരു കാര്യം അറിയണ്ട. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ രീതി അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് ഈസി ആയിട്ട് അടുത്തൊരു സിനിമ നടപ്പാവും എന്നൊരു വിശ്വാസം പി ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന ഈ ഡയറക്ടർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ദീർഘകാലം ദിലീപിനൊപ്പം കൂടി ദീർഘകാലമായി ഇദ്ദേഹം ദിലീപിനൊപ്പം ഇങ്ങനെ എന്താ പറയുക, ഒരു അടുത്ത സുഹൃത്തിനെ പോലെ പെരുമാറുകയും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, അതായത് പത്മസരോവരം ഉണ്ടല്ലോ, ദിലീപിന്റെ വീട്ടിൽ ഏത് സമയത്തും ചെന്ന് കയറാനുള്ള ഒരു സാഹചര്യം ഇദ്ദേഹത്തിന് ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റുള്ളവരുമായിട്ട് ഇദ്ദേഹത്തിന് നല്ല പരിചയം ആയി. അവിടുത്തെ ഒരു കെയർ ടേക്കറാണ് ദാസൻ അവിടുത്തെ കെയർ ടേക്കറാണ്. അപ്പൊ ഈ ദാസൻ അടക്കമുള്ളവരുമായിട്ട്, അനൂപ് അടക്കമുള്ള പുണ്ണി, അനൂപ്, ഇങ്ങനെ എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കാൻ ഈ ബാലേന്ദ്രകുമാറിന് സാധിച്ചു. കാരണം ഭാവിയിൽ ഒരു സിനിമ വരാൻ പോകുന്നുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ ഇന്നൊരു തിരക്കഥയുണ്ടായി, നാളെ അതിന്റെ ഡയറക്ടർ അത് തിരക്കഥ അതിന്റെ സീനുകൾ തിരിച്ച് അടുത്ത ദിവസം കാസ്റ്റിംഗ് നടത്തി, അതിൻ്റെ അടുത്ത ദിവസം പ്രൊഡ്യൂസർ എത്തി, അതിൻ്റെ പൂജയും കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം നടന്ന് ഈ വർഷം തന്നെ നിമിഷ നേരം കൊണ്ടൊന്നും നടക്കില്ല. ചിലപ്പോൾ 2, 3, 4, 5 വർഷം വരെ പോയേക്കാം. സിനിമകൾക്കിടെ ഒരു സിനിമ, ഒരു കഥ ഒരു സിനിമയായി മാറാൻ വേണ്ടി ചിലപ്പോൾ 4, 5 വർഷം ചില സമയങ്ങളിൽ വേണ്ടി വന്നേക്കാം. അങ്ങനെ അദ്ദേഹം ഈ സിനിമ നടപ്പാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ദിലീപിനൊപ്പം നടന്നു വരവേ ഇത് നടപ്പായില്ല. എന്ന് മാത്രം, നടപ്പാവാത്ത കാരണം, ഒന്ന്, ദിലീപ് ഈ കേസിൽപ്പെട്ടു. 2, കേസിൽപ്പെട്ടതിന് ശേഷവും ദിലീപ് ഇദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് കൈ കൊടുക്കാതെ പകരം നാദിർഷ കൊണ്ടുവന്ന സിനിമയ്ക്ക് കൈ കൊടുത്തു. നാദിർഷ ഇടയ്ക്കൊരു ദിലീപിനെ വെച്ചൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടക്കകാലം, അതായത് തൽക്കാലം ഇതിൽ ഡേറ്റ് ഇല്ല എന്നുള്ള കാര്യം ദിലീപ് അറിയിക്കുകയും അത് നാദിർഷയ്ക്ക് ആ ഡേറ്റ് കൊടുത്തു എന്ന് പറയുകയും ചെയ്തു. ഇതോടുകൂടി ഇദ്ദേഹത്തിന് ദിലീപിനോട് വിരോധമായി. അങ്ങനെയിരിക്കെ ഈ പ്രശ്നങ്ങൾ, അതായത് ഇവർക്കിടയിലുള്ള ഈ ഉരുണ്ടുകൂടലുണ്ടല്ലോ, വിരോധം ഇതിങ്ങനെ ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. താൻ വിശ്വസിച്ച് ഇത്രയും കാലവും ഒരു നടനും പിന്നാലെ നടന്ന, സിനിമയ്ക്ക് വേണ്ടി നടന്നിട്ട് അയാൾ തന്നെ കൈയൊഴിഞ്ഞു എന്നുള്ള തോന്നൽ ബാലേന്ദ്രകുമാറിന് ഉണ്ടായതോടുകൂടി അദ്ദേഹം 2021 CM-ന് ഒരു പരാതി സമർപ്പിച്ചു. ആ പരാതി എന്ന് പറയുന്നത് 2021 നവംബർ മാസം 25-ാം തീയതിയാണ് ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കാര്യം, 2021 ഒക്ടോബർ മാസം 26-ാം തീയതി തനിക്കൊരു കോൾ വന്നു, ഒരു ഫോൺ കോൾ വരികയുണ്ടായി. ആ ഫോൺ വിളിച്ചത് ദാസൻ എന്ന് പറയുന്ന ദിലീപിന്റെ വീട്ടിലെ കെയർ ടേക്കറാണ്. ദാസൻ ദിലീപിന്റെ വീട്ടിൽ താമസിച്ചു വരവേ, അവിടെ കെയർ ടേക്കറായി നിൽക്കവേ, തന്നെ വധിക്കാനുള്ള പദ്ധതികൾ, തന്നെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ
ഈ ദിലീപ് അവിടെ ആസൂത്രണം ചെയ്യുന്നതായി ദാസൻ കേട്ടുവെന്നാണ്. ബാലേന്ദ്രകുമാറിനെ ഇല്ലാതാക്കാൻ ദിലീപ് അവിടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുവെന്ന് ഒക്ടോബർ 26 ഇതെല്ലാം വിധിന്യായത്തുള്ള കാര്യമാണ്. 2021 ഒക്ടോബർ 26 പ്ലാൻ ചെയ്തു എന്ന് ദാസൻ 26 വിളിച്ച് പറഞ്ഞു എന്നാണ്. അതിന് മുമ്പ് പ്ലാൻ ചെയ്തു, 26 ദാസൻ വിളിച്ച് ഇത് പറയുന്നു. അതിന് തൊട്ടു മുമ്പുള്ള ദിവസം ഇങ്ങനെ ഒരു പ്ലാനിങ് നടക്കുന്നു, നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ദാസൻ അറിയിച്ചിരിക്കുന്ന കാര്യം. ദാസൻ എന്തുകൊണ്ട് ഇത് അറിയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ പക്കൽ കുറച്ച് ഓഡിയോ ക്ലിപ്പുകളുണ്ട്. ആ ഓഡിയോ ക്ലിപ്പുകൾ താൻ റെക്കോർഡ് ചെയ്തത് തൻ്റെ ടാബിലാണ്. ആ ടാബിൽ താൻ റെക്കോർഡ് ചെയ്ത ഓഡിയോ ക്ലിപ്പുകൾ എന്ന് പറയുന്നത് ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബൈജു, ശരത്ത് എന്നിവരുടേതാണൊക്കെയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഓഡിയോ ക്ലിപ്പുകൾ പരിശോധിക്കുമ്പോൾ ഇത് 18 ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടെന്നാണ് CM കൊടുത്ത പരാതിയിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കുക എന്നുള്ള പദ്ധതി ഇവർക്ക് ഉണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 2 നടിയെ ആക്രമിച്ച കേസിലെ വീഡിയോ ക്ലിപ്പ്, ആ ക്ലിപ്പ് നേരത്തെ തന്നെ ഈ ദിലീപ് കണ്ടെന്നും അതിന് താൻ സാക്ഷിയാണെന്നും പറയുക ഉണ്ടായി. അന്വേഷണ സംഘത്തോട് തീർത്താൽ തീരാത്ത പക ഈ ദിലീപിന് ഉണ്ടായിരുന്നു. പൾസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് 2016 ഡിസംബർ മാസത്തിൽ താൻ പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടെന്നും ദിലീപ് പൾസർ സുനിക്ക് അവിടെ വെച്ച് പണം കൊടുത്തതിന് താൻ സാക്ഷിയാണെന്നും ഒക്കെയാണ് CM കൊടുത്തിരിക്കുന്ന പരാതി. അപ്പോൾ എന്താണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം? ഇതെല്ലാം അടങ്ങിയ 18 ക്ലിപ്പുകൾ തന്റെ പക്കലുണ്ടെന്നാണ് CM കൊടുത്തിരിക്കുന്ന പരാതി. CM കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കെ ഈ ക്ലിപ്പിൽ ഒരെണ്ണം പോലും CM സമർപ്പിക്കപ്പെട്ടില്ല. പകരം ഇതെല്ലാം വാക്കാലുള്ള ക്ഷമിയുടെ എഴുതപ്പെട്ട പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2021 നവംബർ മാസം 25-ാം തീയതി CM പരാതി നൽകിയ ശേഷം ഡിസംബർ മാസത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ആരോപണങ്ങളെല്ലാം ഒരു മാധ്യമത്തിൽ വരികയാണ്. മാധ്യമത്തിൽ വലിയ കൊട്ടിഘോഷിച്ച് വരുന്നു. അത് വരുന്നത് ഡിസംബർ മാസം 25-ാം തീയതിയാണ്. ഡിസംബർ മാസം 25-ാം തീയതി ഇത് വരാനുള്ള കാരണമായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്, ഈ മാസം 29-ാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിനെ കോടതി വിചാരണ നടത്താൻ ഇരിക്കുകയായിരുന്നു. 29-ന് വിചാരണ നടത്താൻ ഇരിക്കുകയാണ്. 25-ാം തീയതി പെട്ടെന്നൊരു ദിവസം ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പുറത്ത് വന്നിരിക്കുന്നത്. അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് കോടതി പറയുന്നത്. അതിന്റെ കാരണമായി കോടതി പറയുന്നത്, ബാലേന്ദ്രകുമാറിന് വേണ്ടി കെട്ടിച്ചമച്ച സാക്ഷികളെയും തെളിവുകളെയും ഉണ്ടാക്കാൻ അന്വേഷണ സംഘം ഗൂഢമായ ശ്രമം നടത്തുകയുണ്ടായി. അതായത് ബാലേന്ദ്രകുമാർ പറഞ്ഞ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതിന്, അത് ശരിയാണെന്ന് പറയാൻ വേണ്ടി ഇത് ശ്രമിക്കുകയുണ്ടായി എന്ന് കോടതി പറയുന്നു. ബാലേന്ദ്രകുമാറിന്റെ ആരോപണം ശരിയല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നവംബർ മാസം 25-ാം തീയതി CM കൊടുത്ത പരാതിയിൽ ബാലേന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നത് 18 ക്ലിപ്പുകൾ ഉണ്ടെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 18 ക്ലിപ്പുകൾ ഉണ്ടെന്നാണ്. ദെൻ സെക്കൻഡ് നമ്മൾ നോക്കുമ്പോൾ ഈ ക്ലിപ്പുകൾ എന്ന് പറയുന്നത് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ മഹസർ പരിശോധിക്കുമ്പോൾ ഈ ക്ലിപ്പുകൾ 24 എണ്ണമാണ്. മഹസറിൽ ഇത് 24 എണ്ണമാണ്. അതെങ്ങനെ വന്നു? ആ ചോദ്യത്തിന് പ്രോസിക്യൂഷന് ഉത്തരമില്ല. ദെൻ അടുത്തത്, കോടതി ഇടപെട്ടുകൊണ്ട് ബാലേന്ദ്രകുമാറിന്റെ പെൻഡ്രൈവ് FSLലേക്ക് അയച്ച് റിസൾട്ടായി വരുമ്പോൾ ഈ പറയുന്ന ക്ലിപ്പുകളുടെ എണ്ണം 29 ഉണ്ട്. 18 ക്ലിപ്പുകൾ 24 ആകുന്നു. 24 ക്ലിപ്പുകൾ ശാസ്ത്രീയ പരിശോധനയിൽ 29 ആകുന്നു. അതായത് ബാലേന്ദ്രകുമാർ ആദ്യം സമർപ്പിച്ച ക്ലിപ്പുകളിൽ ആദ്യത്തേതിൽ കുറെ എണ്ണം ബാലേന്ദ്രകുമാർ തന്നെ ഡിലീറ്റ് ചെയ്ത് മാറ്റുകയും അന്വേഷണ സംഘത്തിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ എണ്ണം വീണ്ടും ചേർക്കുകയും അത് മഹസറിൽ ഉൾപ്പെടുത്തുകയും ഡിലീറ്റ് ചെയ്ത മൊത്തം എണ്ണത്തിൽ കുറച്ചെണ്ണം മാത്രമാണ് വീണ്ടും റിക്കവർ ചെയ്തത് എന്നുള്ളത് കൊണ്ട് FSLൽ ഡിലീറ്റ് ചെയ്ത മൊത്തം എണ്ണം എടുത്തപ്പോൾ 29 ക്ലിപ്പുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ബാലേന്ദ്രകുമാറിന്റെ മൊഴിയിലെ തട്ടിപ്പിലെ, അതായത് സാക്ഷി ബാലേന്ദ്രകുമാറിന്റെ തട്ടിപ്പായിരുന്നു എന്ന് കോടതി കണ്ടെത്താനുള്ള ഒരു കാര്യമായി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ചേട്ടൻ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന സാക്ഷി, ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന സാക്ഷിയെ ആദ്യം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയത് ബാലചന്ദ്രകുമാറും ദിലീപും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് കുറ്റപത്രത്തിൽ ഈ പറയുന്ന സാക്ഷിയെ ഉൾപ്പെടുത്തിയത്. അതായത് ജയിലിൽ കിടന്നപ്പോൾ പോലും ദിലീപിനെ കാണാൻ വേണ്ടി ഈ പറയുന്ന സുഹൃത്തായിട്ടുള്ള ബാലേന്ദ്രകുമാർ അവിടെ വന്നിരുന്നെന്നും അന്ന് കൂടെ ഉണ്ടായിരുന്ന റിമാൻഡ് തടവുകാരനായിട്ടുള്ള ദിലീപിന്റെ കൂടെ ഉണ്ടായിരുന്ന റിമാൻഡ് തടവുകാരനായിട്ടുള്ള ഫ്രാൻസിസ് സേവ്യർ അതിന് സാക്ഷിയാണെന്നും ഫ്രാൻസിസ് സേവ്യറിനോട് താൻ സംസാരിക്കുകയും ഫ്രാൻസിസ് സേവ്യർ തന്റെ സിനിമ ചെയ്യാൻ വേണ്ടി ദിലീപ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നോട് ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞു എന്നുമൊക്കെ കുറ്റപത്രത്തിൽ എഴുതി വെക്കുകയും ആ കുറ്റപത്രത്തിൽ കോടതിയിൽ വിസ്താരം നടന്നപ്പോൾ ഫ്രാൻസിസ് സേവ്യർ സംസാരിക്കാനോ കേൾവിശക്തിയോ
സംസാരശേഷിയോ ഇല്ലാത്ത ആളാണെന്ന പ്രതിഭാഗത്തിന്റെ വാദം വരികയും ചെയ്തു. പ്രതിഭാഗത്തിന്റെ വാദം വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിനും പി ബാലചന്ദ്രകുമാറിനും ഇയാൾ കേൾവിശക്തി ഇല്ല എന്നുള്ള അവരുടെ വാദം, പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, ബൈജു പൗലോസ് ഈ സാക്ഷിയെ നേരത്തെ തന്നെ കുറ്റപത്രത്തിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിവാക്കി എന്നുള്ള കാര്യം കൂടി കോടതി കണ്ടെത്തി. ഇതോടുകൂടി രണ്ടാമത്തെ തട്ടിപ്പ് പൊളിഞ്ഞു. മൂന്നാമത്തെ തട്ടിപ്പായി കോടതി ബാലേന്ദ്രകുമാറിന്റെ മൊഴിയിൽ കണ്ടെത്തിയ മൂന്നാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് ദാസന്റെ മൊഴിയാണ്. ദാസൻ എന്ന് പറയുന്ന ദിലീപിന്റെ വീട്ടിലെ കെയർടേക്കർ ആണല്ലോ ഈ പറയുന്ന 2021 ഒക്ടോബർ മാസം 26 വിളിച്ച് വീട്ടിൽ ഇതുപോലെ ഒരു സംഭാഷണം തലേ ദിവസം രാത്രിയിൽ നടന്നു. ബാലേന്ദ്രകുമാറിനെ വധിക്കാനുള്ളൊരു പദ്ധതി 2021 ഒക്ടോബർ മാസം 26 നടന്നു എന്ന് പറയുക. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പരാതികളെല്ലാം ബാലേന്ദ്രകുമാർ സമർപ്പിച്ചത്. പക്ഷേ ഈ പറയുന്ന ദാസൻ എന്ന് പറയുന്ന കെയർടേക്കർ 2020 ഡിസംബർ മാസം തന്നെ ആ വീട്ടിൽ നിന്നും പോയിരുന്നു. ആ വീട്ടിൽ നിന്നും ജോലി വിട്ട് മറ്റൊരിടത്തേക്ക് ജോലിക്ക് പോയതും ആ ജോലിയിൽ അയാൾക്ക് കിട്ടിയ സാലറി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളും പ്രതിഭാഗം സമർപ്പിച്ചു. ദാസൻ അത് അംഗീകരിച്ചു. താൻ 2020 ഡിസംബർ മാസം തന്നെ ആ വീട് വിട്ടു പോയിരുന്നെന്നും താൻ ഈ പറയുന്ന ഒക്ടോബർ മാസം 26 ബാലേന്ദ്രകുമാറിനെ വിളിച്ചിട്ടില്ല എന്നും ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ബാലേന്ദ്രകുമാർ ആണെന്നുമായിരുന്നു ദാസന്റെ മൊഴി. ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ദിലീപിന്റെ വീട്ടിലെ കാര്യങ്ങൾ തിരക്കുമ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, താൻ വീട് വിട്ടുപോയ കാര്യം ബാലേന്ദ്രകുമാറിനോട് പറഞ്ഞതായും ഈ ദാസൻ മൊഴി നൽകി. അതോടുകൂടി അതും പൊളിഞ്ഞു. പിന്നെ അടുത്ത കാര്യം, പൾസർ സുനി വീട്ടിൽ നിന്നും വന്ന് പണം മേടിച്ചു എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട മൊഴി. അത് ഡിസംബർ മാസം 26 ഈ സംഭവം ഉണ്ടാകുന്നത്. ഡിസംബർ മാസം 26 പണം പൾസർ സുനി 2016 ഡിസംബറിൽ വന്ന് പണം കൈമാറി. അന്ന് ഗൃഹപ്രവേശന ചടങ്ങ് തലേ ദിവസം ദിലീപിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് അവിടെ നടന്നിരുന്നു. അതിന് തന്നെ ഈ ദിലീപ് ക്ഷണിച്ചിരുന്നു. ആ ചടങ്ങിൽ താൻ വന്ന് പങ്കെടുത്തിരുന്നു. പിറ്റേ ദിവസം മടങ്ങാൻ നേരത്താണ് പൾസർ സുനി വന്നതെന്നും പൾസർ സുനിയെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാൻ നിർദ്ദേശം നൽകിയെന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൈജു പൗലോസ് അതിന് നൽകിയ മറുപടി, അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടില്ല എന്ന് ആ ഉദ്യോഗസ്ഥനെ സമ്മതിക്കേണ്ടി വന്നെങ്കിൽ ഡിവൈഎസ്പി ബൈജു പൗലോസ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി നൽകിയ മറുപടി താൻ ആ ഭാഗത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നാണ്. അതെങ്ങനെയാണ് അന്വേഷിക്കാതെ കേസ്? കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അന്വേഷിക്കണ്ടേ? അതെ, ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗൃഹപ്രവേശന ചടങ്ങ് നടന്നില്ല, അങ്ങനെ ഒരു ചടങ്ങ് തന്നെ ഇല്ല എന്നിരിക്കെ ആ ചടങ്ങിൽ പങ്കെടുത്ത ബാലേന്ദ്രകുമാർ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന കഥ കണ്ടത്? ഒരു തിയേറ്ററിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, ഇന്ന് ലുലു മാളിൽ ഭബ്ബ സിനിമ റിലീസാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ അവിടെ പോയി ആ സിനിമ കണ്ടെന്നും പറയും. യഥാർത്ഥത്തിൽ ലുലു മാളിലെ സിനിമയുണ്ട്, അതൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അത് കണ്ടെന്നും പറയുന്നു. ആ സിനിമ തിയേറ്ററിൽ ഇന്നില്ലെങ്കിലും എന്തായിരിക്കും സംഭവം? അതുപോലെയാണ് ബാലേന്ദ്രകുമാറിന്റെ ഇക്കാര്യത്തിലെ മൊഴി പൊളിഞ്ഞു പോയത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൾസർ സുനിയുടെമായി ബന്ധപ്പെട്ട ബാലേന്ദ്രകുമാറിന്റെ അടുത്ത വിവാദം. പൾസർ സുനി 2013 സൗണ്ട് തോമ മുതൽ ഇങ്ങോട്ട് ജോർജേട്ടൻ പൂരം വരെ താനും ദിലീപുമായി പലയിടങ്ങളിലും നേരിൽ കണ്ടെന്നും ഇതുപോലെ തന്നെ ഗൂഢാലോചന നടത്തിയതും തനിക്ക് പണം നൽകിയെന്നും ഒക്കെയാണ് അന്വേഷണ സംഘത്തിൽ പൾസർ സുനി നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയെങ്കിൽ ആ മൊഴിയിൽ എവിടെയും ഡിസംബർ 26 വീട്ടിൽ വെച്ച് പണം നൽകി എന്ന് പറയുന്ന മൊഴിയില്ല. ആ മൊഴി സുനി പറഞ്ഞിരിക്കുന്നത് ബാലേന്ദ്രകുമാറിന്റെ വിവാദം വന്ന 2022 ശേഷം പിന്നീട് ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം ജയിലിലേക്ക് എത്തവേ എറണാകുളം ജില്ലാ ജയിലിലെത്തിയ അന്വേഷണ സംഘത്തിന് പൾസർ സുനി നൽകിയിരിക്കുന്ന മൊഴിയാണ് ഈ പറയുന്നത്. ആ മൊഴിയിലാണ് 26 കാര്യം പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്. അതിന് മറുപടിയായി അത് എന്തുകൊണ്ട് വിട്ടുപോയതായി അന്വേഷണ സംഘം പ്രോസിക്യൂഷനെ അറിയിച്ചിരിക്കുന്നത് പൾസർ സുനിയുടെ ഓർമ്മയിൽ ഇത്രയധികം ദിവസങ്ങൾ കണ്ടുമുട്ടിയത് കൊണ്ട് പൾസർ സുനിക്ക് ഈ കാര്യം ഓർമ്മയില്ലാതെ പോയതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പൾസർ സുനി പണം മേടിച്ച എല്ലാ ഡേറ്റുകളും കൃത്യമായി പൾസർ സുനി ഓർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഈ സംഭവം എന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യം. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വേറെ കാര്യങ്ങളുണ്ട്, അതാണ് പറയുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഇലക്ട്രോണിക് ഡിവൈസ് ഹാജരാക്കിയില്ല. ടാബ് റെക്കോർഡ് ചെയ്ത ടാബ് അവിടെ ഹാജരാക്കിയില്ല. ഞാനൊരു റെക്കോർഡ് ചെയ്തത് ഒരു ടാബിലാണെന്ന് പറഞ്ഞു. ആ ടാബ് ഹാജരാക്കാൻ ബാലേന്ദ്രകുമാർ തയ്യാറായില്ല. 6 ഡിവൈസുകൾ വഴിയാണ് അന്വേഷണ സംഘത്തിന് ഈ പറയുന്ന
ഇത് കൈമാറിയിരിക്കുന്നത്. ഏതാ ഈ പറയുന്ന റെക്കോർഡിങ്സ് കൈമാറിയിരിക്കുന്നത്. ഈ 6 ഡിവൈസും കൈമാറാനും ബാലേന്ദ്രകുമാർ തയ്യാറായില്ല. നവംബറിൽ റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്ന, നവംബറിൽ ഇത് റെക്കോർഡ് ചെയ്ത സമയത്തുള്ള, നവംബറിൽ ഇത് റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്ന പെൻഡ്രൈവ് ഹാജരാക്കിയത് തൊട്ടടുത്ത വർഷമാണ് ഇത് കൊണ്ടുവന്ന് ഹാജരാക്കിയത്. നവംബറിൽ ഇത് ഹാജരാക്കാൻ ബാലേന്ദ്രകുമാർ ആ സമയത്തും തയ്യാറായില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2017 റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 2022-ലാണ്. 2022-ലാണ് ഇതെല്ലാം തന്നെ റെക്കോർഡ്. ജനുവരി 2 റെക്കോർഡ് ചെയ്ത സംഭവം എന്ന് പറയുന്നത് 2022 ജനുവരി 2-ലാണ്. 2017 നവംബർ 15-ലാണ് താൻ ഈ സംഭാഷണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തെന്നാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞത്. പക്ഷേ ശാസ്ത്രീയ പരിശോധനയിൽ ഈ ഫോട്ടോ എടുത്തതിൽ പോലും സമയം കൃത്യമായി പറയാത്ത ബാലേന്ദ്രകുമാറിന്റെ സമയം വരെ കൃത്യമായി കോടതി ഇടപെട്ട് കണ്ടുപിടിച്ചു. ഈ കാര്യവും കോടതി കണ്ടുപിടിച്ചു. 2022, അതായത് അന്വേഷണ സംഘം പറഞ്ഞു ഇത് 2017 നവംബർ 15-നാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ കോടതി ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു 2022 ജനുവരി 2-നാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അഡബടൽ എന്താ ടിപ്പ്? മരണപ്പെട്ട ഒരാളെ കുറിച്ച് ഇതൊന്നും പറയാൻ പാടില്ല എന്നെങ്കിൽ പോലും മറ്റൊരാളെ കുടുക്കിക്കൊണ്ട് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പാടില്ല. ഒരാളെ കുടുക്കുവാൻ വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഞാനിപ്പോൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ, ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ എടുത്തു വെച്ച് വേണമെങ്കിൽ പറയാം. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ദിലീപ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തെന്നിരിക്കട്ടെ, അതിന്റെ ദൃശ്യം ദിലീപിന്റെ കയ്യിലുണ്ടെന്നും ഇരിക്കട്ടെ, അത് ഈ ഡേറ്റ് ചോദിച്ചു വരുന്ന ബാലേന്ദ്രകുമാറിനെ കാണിച്ച് കാണുമോ? ഒരിക്കലും ചെയ്യില്ല. അത് രഹസ്യമായി പുള്ളി അത് കാണുമെന്നുള്ളതല്ലാതെ ഏറ്റവും അടുത്ത ആളുകളെ പോലും ഒരുപക്ഷെ. ശാസ്ത്രീയമായ പരിശോധനയിൽ ഏറ്റവും പൊളിഞ്ഞു പോയൊരു കാര്യം എന്താ അറിയുമോ? ബാലേന്ദ്രകുമാറിനെയും അടക്കമുള്ളവരെയാണല്ലോ ഇത് കാണിച്ചത്. ഈ വീഡിയോ കാണിച്ചത് ഇവരുടെ മുന്നിൽ വെച്ചാണ് ഇത് ദിലീപ് കാണുന്നത്. ടാബിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ പറയുന്ന സംഭാഷണങ്ങൾ ഒട്ടനവധിയുണ്ട്. ഈ യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്തെ സംഭാഷണം ഒട്ടനവധിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. ആ ഡയലോഗ്സ് ഒരുപാട് ഉണ്ടെന്നാണ് അത് കോട്ട് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ഇത് കേസിലെ ഒരു രേഖയിൽ ഈ സാധനമുണ്ട്. കേസിലെ ഒരു രേഖയിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ദിലീപ് ഉന്നയിക്കുന്ന സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് പോലും ഈ പറയുന്ന ടാബിൽ ടാബിലില്ല. ബൈജുവിന്റെ സംഭാഷണമില്ല, ബാലേന്ദ്രകുമാറിന്റെ സംഭാഷണമില്ല, ആ പറയുന്ന വീഡിയോയിലെ പൾസസുനിയും നടിയും തമ്മിലുള്ള സംഭാഷണവും ടാബിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രത്യേകതരം ടാബാണ് അദ്ദേഹം കൊണ്ടുവന്ന് സമർപ്പിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് തേടി പോകുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാം ഒന്നും തുറന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മളെ കോടതി വിധിന്യായം വായിക്കുകയാണെങ്കിൽ ഇത് എന്ത് കേസാണ് എന്നുള്ള, ഇതിൻ്റെ ബേസ് എന്തായിരുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള, അതായത് വളരെ നമുക്ക് പറയാൻ പറ്റാത്ത, നമ്മളിത് പറയുകയാണെങ്കിൽ അത് വേറെ രീതിയിൽ കാര്യങ്ങൾ പോകും. ഞാനത് പറയുന്നില്ല. ഞാനത് വിളിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിധിന്യായം വായിച്ച ആർക്ക് വേണമെങ്കിലും അത് പറയാം. പലരും വിധിന്യായം വായിച്ച ആർക്കും ഇത് ഈ ചില ഭാഗങ്ങൾ പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല മുഖങ്ങളും അഴിഞ്ഞു വീഴും. മുഖം മൂടി അഴിഞ്ഞ് പൊക്കളയും, ഇരട്ടായിട്ട് കീറപ്പെടും. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത്തരം ഇതിപ്പോൾ ആര് ഞാൻ ഇപ്പോൾ ഒരുപാട് പേര് തെറി വിളിക്കുന്നുണ്ട്. ഒരുപാട് പേര് കയ്യും കണക്കുമില്ലാതെയാണ് ആളുകൾ വന്നിട്ട്, ഈ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ്, അവരിത് അറിയുന്നില്ല. അവരിത് അറിയാതെയാണ് ഇതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്പി നാരായണന്റെ കേസിനേക്കാൾ കുടിലതയുള്ള, ഇപ്പൊ ദിലീപ് മോശമാണോ ശരിയാണോ അതൊന്നുമല്ല, പക്ഷെ അയാളെ ഈ കേസിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതി നമ്പി നാരായണനെ കുടിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ട്, അതിഭീകരമായി വലിയ തട്ടിപ്പിലൂടെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിലെ ഒരാളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണെങ്കിൽ വായിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാകും, ഇതിലെ ഉൾപ്പെട്ട ഒരാളുടെ മുഖം മൂടി അത് എത്രത്തോളം, എന്താ പറയുക, അത് ശരിയാണെങ്കിൽ അത് എത്രത്തോളം വികൃതമാണ് എന്നുള്ള കാര്യം. ആ മുഖം മൂടി മാറിയാൽ ആ ആളുടെ മനസ്സ് എത്രത്തോളം വികൃതമാണെന്നുള്ളത് നമ്മൾ പോലും ഞെട്ടിപ്പോകും. ശരി, കൂടുതൽ പറയുന്നില്ല, കടന്നു പോകും. ശരി.